വന്നോ? എങ്ങനെയുണ്ടായിരുന്നു പോയിട്ട്? സൂപ്പർ ആയിരുന്നു അമ്മമ്മ. ഞങ്ങളുടെ കൂടെ ഒരാളും കൂടെ വന്നിട്ടുണ്ട്. അതാരാ? ഞങ്ങളുടെ കൂട്ടുകാരി ഗൗരി. മോളെ എനിക്കറിയാലോ. എനിക്ക് മനസ്സിലായി. അന്ന് പച്ചക്കറി കടയിൽ വെച്ച് സവാളയ്ക്ക് പിന്നാലെ ഓടിയത് മുത്തശ്ശിയല്ലേ? ആ അതെ, മോൾക്കതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഓർമ്മയുണ്ട്. അന്ന് സവാള എടുത്തിട്ട് പൊട്ടറ്റോ ആണെന്നല്ലേ പറഞ്ഞത്? അമ്മേ, ഇതാരാണെന്ന് മനസ്സിലായോ? ഇത് എനിക്ക് മനസ്സിലായി. ശോഭനയുടെ മോനല്ലേ? അന്ന് അമ്പലത്തിൽ വെച്ച് നമ്മൾ കണ്ടായിരുന്നു. അതെ, ഞാൻ കുട്ടികളെ കൊണ്ടുവിടാൻ വന്ന. എന്റെ അച്ഛനാ. അത് ശരി. അച്ഛാ, ഈ മുത്തശ്ശി എനിക്ക് നേരത്തെ പരിചയമുണ്ട്. ഞാൻ ഒരു ദിവസം പറഞ്ഞില്ലേ സവാളയ്ക്ക് പിന്നാലെ ഓടിയ ഒരു മുത്തശ്ശി? അത് ഈ മുത്തശ്ശിയാ. ഈ അമ്മയായിരുന്നു. എന്താ ഈ സവാള പിന്നാലെ ഓടിയ കഥ? അതൊക്കെ നമുക്ക് മാത്രമേ അറിയൂ, അല്ലേ മോളെ? ഗൗരി, വാ നമുക്ക് അകത്തേക്ക് പോവാം. അങ്കിളെ, ഞങ്ങൾ ഇപ്പൊ വരാവേ. മോളെ, നമുക്ക് പെട്ടെന്ന് പോകണ്ടാണേ. ശരി അച്ഛാ, ഞാൻ ഇപ്പൊ വരാം. ചെല്ലു മക്കളെ. എന്നിട്ട് ശരിക്കുള്ള തോക്ക് പോലെ ഉണ്ട്. അതിൽ നീ ശരിക്കുള്ള തോക്ക് കണ്ടിട്ടുണ്ടോ? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. അതൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് തന്നെയാ. നാളെ ക്ലാസ്സിൽ ചെല്ലുമ്പോ അവക്കിത് തിരിച്ചു കൊടുക്കാം. എന്നാ നീ തന്നെ വെച്ചോ. അല്ല എന്തോട്ടി, നീ വരച്ച പടങ്ങളൊക്കെ എവിടെ? അവളുടെ പടങ്ങളും കളർ പെൻസിലും എല്ലാം ദേ ഈ അലമാരിക്കകത്ത് രഹസ്യമായിട്ട് വെച്ചേക്കുവാ. എടുക്ക്, നമുക്ക് നോക്കാം. അത് വേണോ? അതൊന്നും കാണാൻ കൊള്ളത്തില്ല. ഞാൻ വെറുതെ വരച്ചതാ. നീ എങ്ങനെ അത് രഹസ്യമായിട്ട് വെക്കാന്ന് നോക്കണ്ട, എനിക്കത് കാണണം. അമ്മു, നീ എടുത്തേ, നമുക്ക് നോക്കാം. ഞാനിപ്പ എടുക്കാം. അമ്മു വേണ്ട, എടുക്കണ്ട. അതൊന്നും കാണാൻ കൊള്ളത്തില്ല. ഞാനൊന്ന് നോക്കട്ടെ, കാണാൻ കൊള്ളോ ഇല്ലേ? വേണ്ട അമ്മു, നീ എടുത്തേ. എന്താടി? വേണ്ട അമ്മു, വിട്. എന്നാ ഞാൻ എടുക്കാം. മാറിന്നേ. ഇത് കൊള്ളാലോ. എന്നിട്ടാണോ നീ കൊള്ളില്ലെന്ന് പറഞ്ഞേ? ഹായ്, ഇത് സൂപ്പർ ആയിട്ടുണ്ട്. എന്ത് ഭംഗിയാ, നല്ല രസമുണ്ട്. കൊള്ളാം. ഹായ്, ഇത് നീ വരച്ചാണോ? മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. വിഷമിക്കണ്ട, ഞാൻ വക്കീലാണെങ്കിലും ഒരു ദൈവവിശ്വാസിയാ. എന്റെ ഇത്രയും കാലത്തെ കോടതി ജീവിതം കൊണ്ട് എനിക്ക് ബോധ്യമായൊരു കാര്യമാണ്, കാരാഗ്രഹവാസം അനുഭവിക്കാൻ ഒരാൾക്ക് ജാതകയോഗം ഉണ്ടെങ്കിൽ അയാളത് അനുഭവിച്ചേ പറ്റൂ. പല കേസുകളിലും കോടതി വെറുതെ വിടുമെന്ന് അവസാന നിമിഷം വരെ നമ്മൾ വിചാരിച്ചിട്ട് പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട്. ചില കേസുകളിൽ ഒരാൾ ജയിലിൽ പോകണമെന്ന് ആരെല്ലാമൊക്കെ ആഗ്രഹിച്ചാലും അയാളുടെ സമയം നല്ലതാണെങ്കിൽ കോടതി ശിക്ഷിക്കുകയില്ല. തെളിവുകളെല്ലാം അയാൾക്ക് അനുകൂലമായി മാറും. ഇത് എന്റെ അനുഭവം. എല്ലാം തീരുമാനിക്കേണ്ടത് കോടതിയാണ്. പോട്ടെ, വാ ഇറങ്ങട്ടെ.
എന്റെ അമ്മാവനെ കൊന്നിട്ട് രക്ഷപ്പെടാന്ന് കരുതിയല്ലേ? ഇതുപോലൊരു വിലങ്ങ് നിന്റെ കയ്യിൽ വീഴുന്ന കാണാൻ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് നടന്നു. എന്നെ കുടുക്കിയതിന് പിന്നിൽ നീയായിരുന്നു അല്ലേ? ഉം. നന്നായി സാറേ, വളരെ നന്നായി. ഈ കേസിൽ സാറിനുള്ള ഗുണം എന്താണെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. നിന്റെ ജീവിതം ഇനി ജയിലിനകത്താ. ഇവിടെ നിന്ന് നിനക്ക് ഒരു ജാമ്യവും കിട്ടാൻ പോകുന്നില്ല. നല്ലൊരു വക്കീല് പോലും നിനക്ക് വേണ്ടി ഹാജരാവില്ല. ആരുമില്ലാത്തവർക്ക് ദൈവം ഉണ്ടാവും. ഇതിനെ കൊണ്ടു വാ. ഒരു കാരണവശാലും അവന് ജാമ്യം കിട്ടരുത്. മേഡത്തിനൊരു കാര്യം അറിയാമോ? പോലീസ് ഒരു പ്രതിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണമെന്ന് തീരുമാനിച്ചാലേ അത് മാറ്റാൻ പിന്നെ മോളിരിക്കുന്ന ദൈവം വിചാരിച്ചാൽ അത് മാറ്റാൻ കഴിയില്ല.